പീക്ക് സിനിമ ബ്രോ, പീക്ക് സിനിമ. ഓരോ ഫ്രെയിമിലും അതിന്റെ ക്വാളിറ്റി എടുത്ത് കാണാനുണ്ട്. ദിസ് ഇസ് ആസ് പൃഥ്വിരാജ് കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു പടം, വളരെ കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള പടം. മലയാളത്തിന്റെ പീക്ക് സിനിമ. ഫ്രെയിംസിന്റെ ക്വാളിറ്റി പറയാതിരിക്കാനേ പറ്റത്തില്ല. ആൻഡ് മോഹൻലാലിനെ കാണിക്കുന്ന എല്ലാ ഫ്രെയിമിലും ആ കണ്ണിൽ ആ തീക്ഷ്ണത, മീൻ വേറെ ലെവൽ മാൻ, വേറെ ലെവൽ, നെക്സ്റ്റ് ലെവൽ. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ പറയാൻ? നല്ലതാ, മാരകം, ഒന്നും പറയാനില്ല. മലയാളത്തിൽ ഇങ്ങനൊന്നും ഇല്ല. മേക്കിംഗ് ഒക്കെ പൃഥ്വിരാജ് ശരിക്കും മാസം മരണമാസം പുള്ളിക്ക് ധൈര്യമുള്ളൂ. ശരിക്കും പറയാലോ, എന്താ ക്യാൻസൽ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി അത് തന്നെ ഇട്ടു. ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ അസ്യൂഷൻ തീ പൊളി മാസം. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ പറയാൻ? എന്താ പടത്തിൽ ഇഷ്ടപ്പെട്ടത്? പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും അടിപൊളിയായിരുന്നു. പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എന്താ? അതെ അതെ, നല്ലതായിട്ട് ഞെട്ടിക്കാറുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ കിട്ടില്ലല്ലേ, പൊളിയായിരുന്നു. ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫാണ് അടിപൊളി. എന്തായാലും എന്താ പറയാ, ഇവിടെ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. കിടിലമാണ്. ഓരോ ഫ്രെയിംസ് അടിപൊളിയാണ്. അവർ ഓരോ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് വെറുതെ ആയില്ല, ഓരോ ഫ്രെയിംസും പക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കോടികൾ മുടക്കിയതൊക്കെ കാണാനുണ്ട് ഉറപ്പായിട്ടും. അത് വന്ന് കാണേണ്ടതാണ്. നമ്മുടെ സപ്പോർട്ടാണ് ഇനി വേണ്ടത്. അപ്പം ഇത് വേറെ ലെവൽ പടമാണ്. നമ്മൾ ഓഡിയൻസ് ആണ് വന്ന് കാണേണ്ടത്, അവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. എന്തായാലും അവര് പറഞ്ഞത്ര നമുക്ക് കാണാനുണ്ട്. നമുക്ക് ഓരോ മൊമെന്റ്സ് ഗൂസ് ബംസ് ഉണ്ട് മൂവിയിൽ. അപ്പൊ എന്തായാലും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും അടിപൊളി. അതിലൊരു എസ്പെഷ്യലി ഒരു പാട്ടുണ്ട്, പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഭയങ്കര കിടിലമാണ്. അത് BGM എല്ലാം റൈറ്റ് പ്ലേസ്മെന്റ് ആണ്. ലാലേട്ടനും കൂടെ ആവുമ്പോഴത്തേക്ക് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു ഇതിൽ നിൽക്കുവാണ്. സൂപ്പർ പടമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൂസിഫർ ഫസ്റ്റിനേക്കാളും ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാളും നല്ലതായിരുന്നു. എന്തോ സൂപ്പർ. ഡയറക്ഷൻ തന്നെ അടിപൊളി, സൂപ്പറാണ്. മേക്കിംഗ് ഒരു രക്ഷയില്ല, ഹോളിവുഡ് സ്റ്റൈൽ ബ്രോ. കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിട്ട്. അങ്ങനെ നല്ലൊരു പൃഥ്വിരാജിന്റെ ആശയം ഭയങ്കര നല്ലതാണ്. പക്ഷെ പടം ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. L3ക്ക് വേണ്ടിയുള്ള ഒരു ഇൻട്രോ മാത്രമായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ഒരു ലൂസിഫറിനെ എത്ര വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും എനിക്കങ്ങനെ ഹൈ മൊമെന്റ് ഒന്നും വന്നിട്ടില്ല. ഒരു L3ക്ക് വേണ്ടിയുള്ളൊരു ഇൻട്രോ മാത്രമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ പൃഥ്വിരാജിന്റെ ആശയം ഭയങ്കരമായിട്ട് റെസ്പെക്ട് ആയി. ഒരു പൃഥ്വിരാജ് മനുഷ്യനോട് ഭയങ്കര റെസ്പെക്ട് തോന്നി ആ പടം ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ. ഡയറക്ഷൻ, പിന്നെ മോഹൻലാൽ, പിന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ, രണ്ടോടുള്ള പരിപാടികളൊക്കെ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട പടത്തിൽ എന്താ പടത്തിൽ എടുത്തു പറയാൻ എന്താ തോന്നിയത്? ഫൈറ്റ് സീൻ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫൈറ്റ് എങ്ങനെ ഉണ്ട്? അടിപൊളി, രക്ഷയില്ല, സൂപ്പർ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കിട്ടില്ല. പിന്നെ ലാലേട്ടൻ്റെ അഭിനയം വേറെ ലെവൽ കൊള്ളായിരുന്നു. മലയാള സിനിമയിൽ, മലയാള ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സിനിമ വന്നതിൽ വളരെ സന്തോഷമാണ്. മേക്കിംഗ് ഒക്കെ അടിപൊളി, കിട്ടില്ല, ഫ്രെയിം എല്ലാം കിട്ടില്ല, സൂപ്പർ. ആവറേജ് നല്ല ഒരു പൊളിറ്റിക്കൽ നല്ലൊരു പടമാണ്. നല്ല മേക്കിംഗ് ആണ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഇന്ത്യയിലുള്ള പൊളിറ്റിക്കലുള്ള ഇത് വേറെ രീതിയിൽ പറഞ്ഞൊക്കെയാണ്. പക്ഷേ അത് നല്ല മേക്കിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ സിനിമ, നന്നായിട്ടുണ്ട്. നല്ല ആക്ഷൻ ഉണ്ട്, നല്ല ലാലേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട്.